ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പുതിയൊരു ഡിഷുമായിട്ടാണ്. നമുക്കിന്ന് പാസ്ത എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു വേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടും, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. നമുക്ക് അതിന് വേണ്ടി എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതിൽ 1 സ്പൂൺ ഉപ്പിട്ട് 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് വെള്ളം നല്ലവണ്ണം നമുക്ക് ഒന്ന് തിളപ്പിച്ചെടുക്കാം. ആ തിളച്ച വെള്ളത്തിലേക്ക് നമുക്ക് 1.5 കപ്പ് പാസ്തയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. അതിന് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കണം. ഒരു 20 മിനിറ്റ് വരെ അതൊന്ന് വേവിച്ച് എടുക്കണം. ഏകദേശം നമുക്കൊന്ന് പാസ്ത വെന്ത് കിട്ടാനായിട്ടുണ്ട്. ഇനി ഈ വെന്ത പാസ്തയെ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നമുക്ക് അരിച്ച് മാറ്റി വേറൊരു പാത്രത്തിലേക്കാക്കി മാറ്റി വയ്ക്കാം. അതിന് അവിടെ ഇരുന്ന് തണുക്കട്ടെ. ഇനി നമുക്ക് ഒരു പാത്രം അടുപ്പത്ത് വെച്ച് അതിൽ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ഉള്ളിയാണ് അതിൽ ഇട്ട് കൊടുക്കുന്നത്. ഉള്ളി ഇടാം, തക്കാളിക്ക ഇടാം, ക്യാപ്സിക്കം ഇടാം, ക്യാരറ്റ് ഇടാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഉള്ളിയും തക്കാളിക്കയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അതുകൊണ്ടാണ് അത് രണ്ടും ഇട്ടത്. ഇട്ട് നല്ലോണം ഒന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഏകദേശം നമുക്കത് വെന്ത് കിട്ടാനായിട്ടുണ്ട്. ഇനി നമുക്കതിനെ മാറ്റി വയ്ക്കാം. കണ്ടോ, പാസ്ത നന്നായിട്ട് തണുത്തിരിപ്പുണ്ട്. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പത്ത് വെച്ച് അതിൽ 50 ഗ്രാം ബട്ടറാണ് ഞാൻ ചേർക്കുന്നത്. നന്നായിട്ടൊന്ന് മെൽറ്റാക്കി എടുക്കാം. നന്നായിട്ടൊന്ന് അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത് ഒരു 2 ടേബിൾ സ്പൂൺ വെളുത്തുള്ളിയാണ് ഞാൻ ചേർക്കാൻ പോകുന്നത്. അങ്ങനെ വെളുത്തുള്ളി ചേർത്ത് നന്നായിട്ടൊന്ന് നമുക്ക് വഴറ്റി കൊടുക്കാം. ഏകദേശം ഒന്ന് ചുമന്ന് വരണം, നല്ലൊരു മണം വരും കേട്ടോ. അപ്പോൾ വരുന്ന സമയത്ത് തീ ഒന്ന് കുറച്ച് വേണം വെച്ച് കൊടുക്കാൻ. ഏകദേശം നമുക്ക് ചുമന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂൺ മൈദപ്പൊടിയാണ് ചേർക്കണത്. മൈദപ്പൊടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ആ ബട്ടറിൽ മൊത്തം അലിഞ്ഞ് ചേരത്തക്ക വിധത്തിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഏകദേശം നന്നായിട്ട് അതിൽ തന്നെ അങ്ങ് വെന്ത് കിട്ടണം. കണ്ടോ, നന്നായിട്ടൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു മണമാണ് ഈ സമയത്ത്. ഇനി ഇതിലേക്ക് കുറേശ്ശെ പാലൊഴിച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് കറക്കി കൊടുക്കാം. ഏകദേശം നമുക്ക് കുറുകി വന്നിട്ടുണ്ട്. ഇനി ബാക്കി പാലും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒഴിച്ചു കൊടുത്ത് നന്നായിട്ടൊന്ന് കറക്കി കൊടുക്കണം. അങ്ങനെ പാലെല്ലാം ഒഴിച്ചു കൊടുത്ത് ഇനി നമുക്കിതിനെ നന്നായിട്ടൊന്ന് കറക്കി ഒരു ക്രീം പരുവത്തിലാക്കി എടുക്കണം. ഇതൊരു 10 മിനിറ്റ് ഇളക്കേണ്ടി വരും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കണ്ടോ, ഏകദേശം ക്രീമി ആയിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഉള്ളിയും തക്കാളിയും കൂടെ വഴറ്റി വെച്ചിരിക്കുന്നതാണ് ഇട്ട് കൊടുക്കേണ്ടത്. ഉള്ളിയും തക്കാളിക്കയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് കുരുമുളക് പൊടിയാണ് ചേർക്കേണ്ടത്. കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി നമുക്കിതിലേക്ക് പാസ്തയാണ് ചേർക്കേണ്ടത്. മാക്രോണി എന്നും പറയും ഇതിന്. അങ്ങനെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പാസ്ത തട്ടി കൊടുക്കാം. തട്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. എല്ലാം ഒന്ന് മിക്സാക്കി നമുക്ക് കൊടുക്കാം. കണ്ടോ, ക്രീമി ആയിട്ടിരിക്കുന്നുണ്ടോ? അത് കാണാൻ തന്നെ എന്ത് രസമാണ്.
നല്ല മണമുണ്ട് കേട്ടോ ഇതിന്. അങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കണം. നല്ലൊരു റെസിപ്പിയാണ്, കുട്ടികൾക്ക് വളരെയധികം ഇഷ്ടപ്പെടും. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അങ്ങനെ നമ്മുടെ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താങ്ക് യു.